48-ാം സങ്കീർത്തനം അതിന്റെ പ്രാരംഭ വാക്യങ്ങൾ വായിച്ചാട്ടെ. ഒരു ഗീതം, കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനം. നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ, അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സുസ്ഥിരമാകുന്നു. വളരെ അനുഗ്രഹീതമായ നല്ല സങ്കീർത്തനമാണ് കോരഹ് പുത്രന്മാരുടെ അനുഗ്രഹീതമായ സങ്കീർത്തനം. അതിന്റെ പശ്ചാത്തലം ആമേൻ 2 ദിനവൃത്താന്ത പുസ്തകം 20-ാമത്തെ അധ്യായമാണ്. ആമേൻ ഈ 48-ാം സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം എന്ന് നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. ആമേൻ നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ, അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സുസ്ഥിരമാകുന്നു എന്നാണ് നമ്മൾ വായിച്ചത്. അമ്മോന്യരും മോവാബ്യരും മെയൂര്യരും ചേർന്ന് യഹൂദയ്ക്ക് നേരെ യുദ്ധത്തിന് വന്നപ്പോൾ യഹോശാഫാത്ത് നിലവിളിക്കുകയും ആ നിലവിളിക്കകത്ത് സർവശക്തനായ ദൈവം തന്റെ ജനത്തിന് ജയം നൽകുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനം. ആമേൻ 2 ദിനവൃത്താന്ത പുസ്തകം 20-ാമത്തെ അധ്യായം അതിന്റെ പ്രാരംഭ വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ ഈ ഭാഗം നമുക്കൊന്നുകൂടെ വ്യക്തമാകുമല്ലോ. വായിച്ചാട്ടെ. അതിനുശേഷം മോവാബ്യരും അമ്മോന്യരും അവരോടുകൂടെ മെയൂര്യരിൽ ചിലരും യഹോശാഫാത്തിന് നേരെ യുദ്ധത്തിന് വന്നു. ചിലർ വന്ന് യഹോശാഫാത്തിനോട്, വലിയൊരു ജനസമൂഹം കടലിനക്കരയിൽ നിന്ന് അരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു. ഇതാ അവൻ ഏകേരി എന്ന ഹസസോത്താമാരിലുണ്ട് എന്ന് അറിയിച്ചു. യഹോശാഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധീകരിച്ചു. ശത്രു തന്റെ നേരെ, തന്റെ ജനത്തിന് നേരെ കടന്നു വരുന്നു എന്ന വാർത്ത കേട്ടു ഭയപ്പെട്ടിട്ട് അവൻ ദൈവമുഖം അന്വേഷിപ്പാൻ അവൻ യഹോശാഫാത്ത് മനസ്സു വെക്കുകയാണ്. ഈ സഭായോഗത്തിന്റെ മധ്യത്തിൽ ദൈവവിധനെ അവൻ പലതും പല വിഷയങ്ങളും നമ്മുടെ കുടുംബത്തിനെതിരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കെതിരെ, നമുക്കെതിരെ കയറി വരുമ്പോൾ അവൻ നിസ്സാരത്തോടെ അവൻ അതിനെ കാണാതെ അവൻ ദൈവമുഖത്തേക്ക് നോക്കുവാൻ, അവൻ ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ തയ്യാറായാൽ ഏത് വിഷയങ്ങളുടെ നടുവിലും പ്രതിവിധി കൽപ്പിക്കുവാൻ, ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഉത്തരം തരുവാൻ നാം സേവിക്കുന്ന നമ്മുടെ ദൈവം കഴിവുള്ള ദൈവമാണെന്ന് അന്തരാത്മാവിൽ ഉറപ്പുള്ള ദൈവമക്കൾ കർത്താവിന് നല്ലൊരു സ്തോത്രം പറഞ്ഞാട്ടെ. നാം സേവിക്കുന്ന ദൈവമാരാണ്. നമ്മുടെ കഷ്ടതയിൽ നമ്മളെ കൈവിടാത്ത ദൈവമാണ്. ഉത്തരമില്ലെന്ന് ഉലകം മുഴുവൻ പറയുമ്പോഴോ ദൈവമുഖത്തേക്ക് നോക്കുന്ന തന്റെ മക്കൾ ലജ്ജിച്ചു പോകാൻ അനുവദിക്കാതെ അവന് കൃത്യസമയത്ത് മറുപടികളെ നൽകി ശത്രു നമ്മുടെ മേൽ ജയമെടുക്കുവാൻ അനുവദിക്കാതെ, ദുഷ്ടൻ നമ്മുടെ മേൽ ജയോത്സവം കൊണ്ടാടാൻ അനുവദിക്കാതെ, നീതിമാന്റെ കൂടാരത്തിൽ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം നൽകി തരുന്ന ഒരു നല്ല കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുവാനിടയാകട്ടെ. ആ വാക്യങ്ങൾ തെളിയുന്ന നിലകളിൽ നാം വായിച്ച 48-ാം സങ്കീർത്തനത്തിന്റെ 4, 5, 6 വാക്യങ്ങളൊന്ന് വായിച്ചേ. ഇതാ രാജാക്കന്മാർ ഒന്നിച്ച് കടന്നുപോയി, അവർ അത് കണ്ട് അമ്പരന്നു, അവർ പരിഭ്രമിച്ചോടിപ്പോയി, അവർക്കവിടെ വിറയൽ പിടിച്ചു, നോവ് കിട്ടിയവർക്കെന്ന പോലെ വേദന പിടിച്ചു. നോക്കിക്കേ, ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ശത്രു അമ്പരന്നുപോയി. ആമേൻ. അവർ ഒരുമിച്ച് കൂട്ടം കൂടി വന്നതാണെങ്കിലോ അവരെ പരിഭ്രമിച്ചു പോയി. അവർ അവർക്ക് നോവ് പിടിപ്പാനിടയായി. കൂട്ടം കൂടി വന്ന ശത്രു പരിഭ്രമിക്കത്തക്ക നിലകളിൽ, അവർക്ക് വേദന വരത്തക്ക നിലകളിൽ, അവരമ്പരന്നു പോകത്തക്ക നിലകളിൽ അവൻ ദൈവം താനെ നിലവിളിക്കുന്ന ഭക്തന് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാനിടയായെങ്കിൽ അവൻ ഈ ആലോചന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ എന്താകും കർത്താവേ ഞാൻ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്റെ റിസൾട്ട് എന്നൊക്കെ നമ്മുടെ അകത്ത് ആശങ്കകളുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാ, ശത്രുവിന് വേദന പിടിക്കത്തക്ക നിലകളിൽ, ശത്രു അമ്പരന്ന് പോകത്തക്ക നിലകളിൽ, അവൻ പരിഭ്രമിക്കത്തക്ക നിലകളിൽ അവൻ ജയം വരാൻ കഴിവുള്ള ഒരു ജയാളിയായ ദൈവത്തിന് അക്കരങ്ങളെന്ന് തട്ടി എല്ലാവരും നന്ദി പറഞ്ഞ് അവൻ തോറ്റ ഒരു ദൈവത്തെയല്ല, അവൻ പരാജയപ്പെട്ട ഒരു ദൈവത്തെയല്ല, പ്രവർത്തിച്ച് മടുത്തുപോയ ഒരു ദൈവത്തെയല്ല, ഇന്നും നിന്റെ വിഷയത്തിനകത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന, ഇന്നും നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ കഴിയുന്ന, നിന്റെ യുദ്ധം എന്റെ യുദ്ധമാണെന്ന് ഇന്നും നിന്നോട് ആലോചന പറയാൻ കഴിയുന്ന ഒരു മഹാദൈവം ഇതിന് നടുവിൽ നടകൊള്ളുമ്പോൾ ദൈവമക്കൾ ആത്മാവിൽ നിന്ന് നിലപ്പെട്ട്
എഴുതിയ കുഞ്ഞുങ്ങളൊക്കെ അവൻ ജയം തരുന്ന ദൈവത്തിനെന്ന് നന്ദി പറഞ്ഞ് നമ്മുടെ കഴിവിനപ്പുറത്ത്, നമ്മുടെ പ്രാർത്ഥിക്കപ്പുറത്ത് അവൻ എന്റെ തലമുറയെ ജയത്തിലേക്ക് നടത്താൻ കഴിവുള്ള ദൈവം. യെസ്, ഹല്ലേലൂയ. സച്ചിൻ കൊണ്ട് ശ്രദ്ധിച്ചേ, കളിക്കാൻ ഇഷ്ടംപോലെ സമയം വീട്ടിലുണ്ട് കേട്ടോ. ആമേൻ. നമ്മുടെ കർത്താവ് ജയം തരുന്ന ദൈവമാണ്. മാതാപിതാക്കളൊക്കെ ഒത്തിരി ടെൻഷൻ പിടിക്കുന്ന ഒരു സമയമാണ്. കുഞ്ഞുങ്ങളുടെ എക്സാം നടക്കുകയാണ്. ആമേൻ. ഒത്തിരി നാൾ അവരെ പഠിപ്പിച്ചു, ട്യൂഷനും എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി. എല്ലാം ശരിയാണെങ്കിലും തലമുറകൾക്ക് വേണ്ടി മാറിയിരുന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്യുന്ന മാതാപിതാക്കളോട് ആമേൻ ദൈവം ജയം തന്നു മാറിക്കും. സ്തോത്രം. നല്ലൊരു റിസൾട്ട് കാണാൻ നമ്മുടെ ദൈവം ഇടവരുത്തും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. കർത്താവ് വിശ്വസ്തനായ ദൈവം. ഒന്നാമത്തെ വാക്യം ഒന്നുകൂടെ ശബ്ദം ഉയർത്തി വായിച്ചാൽ നന്നായിരിക്കും. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവ വലിയവനും അത്യന്തം അവൻ ആരാണ്? സുസ്ഥിരനുമാകുന്നു. സ്തോത്രം. സങ്കീർത്തനക്കാരന്റെ അകത്തൊരു വെളിപ്പാടുണ്ട്. ദൈവം ആരാണ്? ഒന്ന് ഉറക്കെ പറഞ്ഞേ, വലിയവനാണ് നമ്മുടെ ദൈവം. അല്ലേ? നമ്മുടെ ഇരുത്തവും നമ്മുടെ പടുതിയൊക്കെ കണ്ടിട്ട് ഒരു കഴിവില്ലാത്ത ഒരു സ്ഥലത്താണ് വന്നേക്കുന്നത്. നമ്മുടെ ദൈവം പ്രവർത്തിച്ച് മടുത്തു പോയ ഒരാളാണെന്ന ഒരു ബോധ്യത നമ്മുടെ അകത്തുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് നിന്റെ മനസാക്ഷിയോട് പറ, എന്റെ ദൈവം വലിയവനായ ദൈവമാണ്. സ്തോത്രത്തിലെ സെരുബ്ബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആരാണ്? ആമേൻ. എന്റെ ദാസനായ സെരുബ്ബാബേൽ കൃപ കൃപ എന്നാർക്കുമ്പോൾ പർവ്വതം പോലെ സെരുബ്ബാബേലിന് മുമ്പിൽ നിൽക്കുന്ന വിഷയം അത് താണ് 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 സമഭൂമിയായി മാറുമെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിലെ വിഷയത്തെ അല്ല വലുതായിട്ട് കാണേണ്ടത്. ഏത് വിഷയവും നിന്റെ മുമ്പിൽ പർവ്വതം പോലെ നിന്നാലോ അവൻ നീ ദൈവമുഖത്തേക്ക് നോക്കാൻ തയ്യാറായാൽ നിന്റെ ദൈവം ആരാണെന്ന ഒരു വെളിപ്പാട് നിന്റെ അകത്ത് ഒന്ന് ജ്വലിക്കാൻ തയ്യാറായാൽ ആ വിഷയം നിന്റെ മുമ്പിൽ താണ് സമഭൂമിയായി മാറും. ഞാൻ ഈ ഗുരു പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവത്തിലെ എത്രയോ വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ ഉയർന്നു വന്നതാണ്. അവൻ എന്നാൽ അതൊന്നും നമ്മുടെ മുമ്പിൽ നിന്നില്ലല്ലോ. അതെല്ലാം താണ് താണ് അവൻ സമഭൂമിയായി മാറിയില്ലേ? അതിന്റെ എല്ലാം മീതെ കൂടെ മറുവശം കിടക്കാം. അവൻ ദൈവം നമ്മളെ സഹായിച്ച ദൈവമാണെങ്കിൽ ഇന്ന് പകലിലും ദൈവാത്മാവ് തന്റെ ജനത്തോട് ആലോചന പറയുകയാണ്. നിന്നെ അലട്ടുന്ന ഏതൊരു വിഷയവുമാകട്ടെ അവൻ അതിനപ്പുറത്തേക്ക് നിന്നെ കൊണ്ടുപോകാൻ നീ ആരാധിക്കുന്ന ദൈവം, നീ സേവിക്കുന്ന ദൈവം അവൻ വലിയവനായ ദൈവമാണെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചിലതിനോട് ആലോചന പറയുക. നിന്റെ ശരീരത്തിൽ വാഴുന്ന രോഗശക്തിയോട് പറ, എന്റെ ദൈവം വലിയവനായ ദൈവമാണ്. നിന്റെ മനസ്സിനെ തകർക്കുന്ന വിഷയത്തോട് പറ, ഞാൻ ആരാധിക്കുന്ന ദൈവം അവൻ കല്ലറ കൊണ്ട് അവസാനിച്ച ദൈവമല്ല. അവൻ ഉയർത്തെഴുന്നേറ്റിരുന്ന പിതാവിന്റെ വലഭാഗത്ത് എനിക്ക് വേണ്ടി മധ്യസ്ഥത നടക്കുന്ന എന്റെ ദൈവം അവൻ വലിയവനായ ദൈവമാണ്. ഹല്ലേലൂയ. എബ്രായ ലേഖന കർത്താവ് അവൻ പറയുന്നത് അവൻ യേശു വലിയവനാണ്. അവൻ ആലയത്തെക്കാൾ വലിയവനാണ്. ദൂതന്മാരെക്കാൾ അവൻ വലിയവനാണ്. അഹരോനേക്കാൾ വലിയവനാണ്. മൽക്കീസദേക്കിനേക്കാൾ വലിയവനാണ്. യോശുവയേക്കാൾ വലിയവനാണ്. യോനയേക്കാൾ എന്റെ യേശു വലിയവനാണ്. ശലോമോനേക്കാൾ വലിയവനാണ്. ആമേൻ. നാം ആമേൻ കണ്ട സകല ശക്തന്മാരായ കഥാപാത്രങ്ങളെക്കാൾ നാം സേവിക്കുന്ന നമ്മുടെ ദൈവം വലിയവനായ ദൈവമാണ്. വലിയവനായ ദൈവമാണ്. അവനുറപ്പുള്ള ദൈവമക്കൾക്കായി ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറയുകയാണ്. അവൻ പ്രകൃതിയുടെ അധികാരമുള്ള ദൈവം. അവൻ കാറ്റ് അവൻ അടങ്ങാതെ കടൽ ശബ്ദമാകാതെ അവൻ പടകിനകത്തുള്ള ശിഷ്യന്മാരെ മുക്കാൻ ശ്രമിക്കുമ്പോൾ യേശു കർത്താവ് എഴുന്നേറ്റിട്ട് അടങ്ങ് ശാന്തമാകെന്ന് പറഞ്ഞപ്പോൾ കാറ്റവന് മുമ്പിൽ അടങ്ങിയെങ്കിൽ കടലവന്റെ മുമ്പിൽ ശാന്തമായെങ്കിൽ
കർത്താവ് പറഞ്ഞാൽ അടങ്ങാത്തതൊന്നുമില്ല. അവൻ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കാൻ കഴിയുന്ന, തളർന്നവനെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന, അവൻ നാറ്റം വെച്ച് 4 ദിവസമായി മരിച്ച ലാസറിനെ പേര് ചൊല്ലി വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന അവൻ സ്തോത്രം ദൈവത്തിനൊന്നും അസാധ്യമല്ല. അവൻ സകലത്തിന്റെയും അവൻ അധികാരമുള്ള ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവമക്കളൊന്ന് പ്രാർത്ഥിച്ച് ഇന്ന് പലതിന്റെ ബലഹീന മേഖലകളിലേക്ക് വലിയവനായ യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. അവൻ ഇന്നലെ യേശു ഇറങ്ങി നിന്ന് നിർത്തണ്ട. അത്ഭുതങ്ങൾ നടന്നെങ്കിൽ, പച്ചവെള്ളം വീഞ്ഞായി മാറിയെങ്കിൽ, അവൻ തളർന്നവൻ സൗഖ്യമുള്ളവനായി മാറിയെങ്കിൽ, അവൻ ഇന്ന് അവൻ കർത്താവ് ഈ ആലയത്തിനകത്തിറങ്ങി നിൽക്കുമ്പോൾ അവന്റെ ആണിപ്പഴുള്ള മുറിഞ്ഞ കൈകൾ അവൻ നിന്നെ തൊടുന്ന നിമിഷങ്ങളാണ്. നിന്റെ തലമുറയെ തൊടുന്ന നിമിഷങ്ങളാണ്. നീ പ്രാർത്ഥിക്കുന്ന നിന്റെ ബലഹീനതയുടെ മേഖലകളെ അത്ഭുതമാക്കി മാറ്റേണ്ടതിന് നസ്സറയുടെ മുറിഞ്ഞ കൈകളെ അവൻ ജ്യോതിനെ തൊടുകയോ. നിമിഷങ്ങളെല്ലാവരും നമ്മുടെ കർത്താവിനെ നന്ദി പറഞ്ഞ് നമ്മുടെ ദൈവം വലിയവനായ ദൈവമാണ്. എത്ര പറഞ്ഞാലും എത്ര പ്രസംഗിച്ചാലും അവൻ തീരാത്ത വണ്ണം ദൈവത്തിന്റെ ആ വലുപ്പത്തെ മനസ്സിലാക്കി അനുഭവിച്ച ദൈവമക്കളാണെന്ന കർത്താവ് നമ്മളെ അനുഗ്രഹിപ്പാനിടയാകട്ടെ. അതിന്റെ അവസാനത്തെ ഒരു വാക്യവും കൂടെ പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ദൈവകൃപയിൽ അവൻ പ്രാരംഭ വാക്യവും അവസാനത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഈ വലിയവനായ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. ചിലരൊക്കെ കുനിഞ്ഞിട്ട് നിവരുന്നില്ല. ഒന്ന് നിവർന്നിട്ട് മുഖത്തേക്ക് നോക്കിയാട്ടെ. സ്തോത്രം. ഇതിന്റെ വാ തുറന്ന് ധൈര്യമായിട്ട് പറ, ഈ ദൈവം എന്നും എന്നേക്കും. ഏത് ദൈവമാ? ഈ അത്ഭുതങ്ങൾ ചെയ്യുന്ന ഈ വലിയവനായ ദൈവം മോശയേക്കാൾ, അഹരോനേക്കാൾ, യോനയേക്കാൾ, ആലയത്തെക്കാൾ ഒക്കെ വലിയവനായ ഈ ദൈവം അവൻ എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. ധൈര്യത്തോടെ പറ. അവൻ ഓമന പേര് വഴി എന്നെ വിളിച്ചോട്ട് അവൻ ഈ ദൈവം എന്റെ ദൈവമാണ്. എന്നും എന്നേക്കും അവൻ എന്റെ ദൈവമാണ്. അവൻ എന്നിട്ട് പറയുക, ജീവപര്യന്തം അവനെ എന്ത് ചെയ്യും? വഴി നടത്തും. എന്റെ പ്രിയരെ, ആരൊക്കെ വിട്ടേച്ചു പോയാലും ഈ കർത്താവ് നിന്നെ വിട്ടേച്ചു പോകത്തില്ല. ദൈവം നിന്നെ വഴി നടത്തും. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ആമേൻ. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്ത് മുഖത്ത് നോക്കി ചിരിച്ചെന്ന് പറഞ്ഞേ, ദൈവം വഴി നടത്തുന്നു എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇഷ്ടപ്പെട്ടു. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ പകരം ഒന്ന് പറയാമോ? എന്റെ ദൈവമാണെന്ന് പറയാൻ പറ്റും. ഈ ദൈവം എന്നും എന്റെ ദൈവമാണ്. ദാവീദ് പറഞ്ഞത് അങ്ങനെയല്ലേ? യഹോവ എന്റെ ഇടയനാണ്. സ്തോത്രം. എന്റെ ദൈവം ഈ ദൈവമായതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളെ വഴി നടത്തണമെന്ന് അല്ലെങ്കിൽ എന്റെ അപ്പന്റെ ദൈവമാണ് ഈ ദൈവം, അതുകൊണ്ട് എന്റെ ദൈവം എന്നല്ല. വ്യക്തിപരമായി ദൈവമായ ഒരു ഇന്റിമസി റിലേഷൻ ഭക്തൻ പറയുകയാണ്, യഹോവ എന്റെ ഇടയനാകുന്നു. ധൈര്യത്തോടെ പറയണം, ഈ ദൈവം എന്നും എന്നേക്കും എന്റെ ദൈവമാണ്. അതുകൊണ്ട് അവൻ എന്നെ വഴി നടത്തും. ഇനി എങ്ങനെ മുന്നോട്ടൊന്ന് ചിന്തിക്കുമ്പോ കർത്താവ് പറയാ, വലിയവനായ ഞാൻ നിന്റെ കൂടെ കൊണ്ടുവന്ന ധൈര്യമായിട്ടിരിക്കെ, ഞാൻ നിന്നെ വഴി നടത്തുന്ന ദൈവമാണ്. ദൈവം നമ്മളെ വഴി നടത്തിയാൽ അവൻ എവിടെങ്കിലും നമ്മൾ സ്റ്റെക്കായി പോകാൻ, അസ്തമിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നമ്മൾ എത്തേണ്ട ഡെസ്റ്റിനേഷനിൽ ദൈവം നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ദൈവമാണ്. നമ്മൾ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്, പ്രതീക്ഷയോടെ ഇറങ്ങി തിരിച്ചിട്ട് എവിടെയും എത്താതെ ഇടവഴികളിൽ അസ്തമിച്ചു പോയവരെ. പക്ഷെ കർത്താവ് നമ്മുടെ കയ്യെ പിടിച്ചാൽ, നമ്മൾ കർത്താവിന്റെ കയ്യെ പിടിക്കുന്നതല്ല, ദൈവം നമ്മുടെ കയ്യെ പിടിച്ചാൽ ദൈവം വിടത്തില്ല. നമ്മൾ എത്തേണ്ട സ്ഥലത്ത് ദൈവം നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്ന ദൈവമാണ്. 78-ാം സങ്കീർത്തനം അതിന്റെ 52-ാം വാക്യം ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. 78-ന്റെ 52. എന്നാൽ തന്റെ ജനത്തെ അവൻ ആടുകളെ പോലെ പുറപ്പെടുവിച്ചു. എന്നാൽ തന്റെ ജനത്തെ അവൻ ആടുകളെ പോലെ പുറപ്പെടുവിച്ച് മരുഭൂമി
മരുഭൂമിയിൽ ആട്ടിൻകൂട്ടത്തെ പോലെ അവൻ നടത്തി. മരുഭൂമിയിൽ ആട്ടിൻകൂട്ടത്തെ പോലെ അവരെന്ത് ചെയ്തു? അവൻ ദൈവം തന്റെ ജനത്തെ ഇടയൻ ആടുകളെ നടത്തുന്നത് പോലെ അവൻ മരുഭൂമിയിൽ തന്റെ ആട്ടിൻകൂട്ടത്തെ എന്ത് ചെയ്യുന്ന ദൈവമാണ്? നടത്തുന്ന ദൈവമാണ്. മരുഭൂമിയുടെ വിജനതയിൽ വഴിയറിയാതെ എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതിരിക്കുമ്പോ ദൈവം പറയുക, ഞാൻ അവരെ എന്ത് ചെയ്തു? നടത്തിയ ദൈവമാണ്. ഈ മിസ്രയീമിൽ നിന്ന് വാഗ്ദത്ത ജനം ഇറങ്ങി വരുമ്പോ മരുഭൂമിയിൽ അവർക്ക് വഴി അറിയത്തില്ല. അതിനൊരു ദൈവം ഒരു ക്രമീകരണം വെച്ചു. അവരെ വഴി കാണിക്കാൻ മേഘസ്തംഭവും അഗ്നിത്തൂണും അവരുടെ കൂടെ പുറപ്പെടുകയാണ്. എവിടെ മേഘം നിൽക്കുന്നോ അവിടെ അവരെന്ത് ചെയ്യും? അവര് നടന്നാൽ വഴി തെറ്റിപ്പോകുമെന്നറിഞ്ഞ് തമ്പുരാൻ അവരുടെ കൂടെ നടക്കുകയാണ്. അഗ്നിസ്തംഭവും മേഘത്തിന്റെ തട്ടും അഗ്നിയുടെ തൂണുമൊക്കെ അവരുടെ മുന്നിൽ വെളിപ്പെടുത്തി ദൈവം അവരുടെ കൂടെ നടക്കുന്ന കാഴ്ച. ദൈവം ആട്ടിൻകൂട്ടത്തെ പോലെ ദൈവം നമ്മുടെ ഇടയനായിട്ട്, നാം അവന്റെ ആടുകളായിട്ട് നമ്മെ നടത്തുന്നവനായൊരു ദൈവം. മത്തായി സുവിശേഷത്തിലേക്ക് വന്നാൽ ഒന്നുകൂടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 1 തൊട്ട് വായിച്ചാൽ നന്നായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിന്റെ 1 തൊട്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻതൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. നല്ല ഇടയൻ. വാതിലൂടെ കിടക്കുന്ന ഇടയൻ. വായിക്കൂ. അവന് വാതിൽക്കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. വാതിൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ചു. തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. നോക്കിക്കേ, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുന്ന ദൈവമാണ്. ഇടയൻ തന്റെ ആടുകളെ നടത്തുന്നതുപോലെ നമ്മുടെ കർത്താവ് നമ്മളെ നടത്തുന്നു. ഇടയൻ അവന്റെ ശബ്ദം ആടുകൾ എന്ത് ചെയ്യുന്നു? തിരിച്ചറിയുന്നു. മരുഭൂമിയിൽ ഒത്തിരി ഇടയന്മാരുണ്ട്, ഒത്തിരി ആടുകളുമുണ്ട്. ഈ ഇടയന്മാർ ആടുകളെ ഇങ്ങനെ കൊണ്ടു നടന്ന് തീറ്റിയിട്ട് അവസാനം ഇതിനെ തിരിച്ചു കൂട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇടയൻ ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ ആ മരുഭൂമിയിലെ എല്ലാ ആടുകളും ഓടി വരത്തില്ല. ആ ഇടയന്റെ ആടുകൾക്ക് ആ ഇടയന്റെ ശബ്ദം കേൾക്കുമ്പോൾ അറിയാം. ആ ഇടയന്റെ ആടുകൾ ആ പുറപ്പെടുവിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഇടയന്റെ അടുക്കലേക്ക് ഓടി ചെല്ലും. അടുത്ത ഇടയൻ മരുഭൂമിയിൽ തന്റെ ആടുകളെ കൊണ്ടുപോകുമ്പോൾ താനും ശബ്ദം പുറപ്പെടുവിക്കുന്നു. തന്റെ ആടുകൾ തന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. ഇതുപോലെ നമ്മുടെ സർവശക്തനായ ദൈവത്തിന്റെ ശബ്ദം നാം കേൾക്കുന്ന ആടുകളായി മാറണം. അങ്ങനെ അവന്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ ഓർത്ത ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇടയനും ആടും തമ്മിലുള്ള ബന്ധം, ഇടയന്റെ ശബ്ദം ആടുകൾ എന്ത് ചെയ്യുന്നു? കേൾക്കുന്നു. സ്തോത്രം. ഈ ശബ്ദം കേട്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അവനെ അനുഗമിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ശത്രു ഒരുപക്ഷെ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? നമ്മളെ വശീകരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയന്റെ ശബ്ദത്തെ കൃത്യതയോടെ തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തില് അതിന്റെ 15-16 വാക്യമാണെന്ന് തോന്നുന്നു. സ്തോത്രം. യേശു ഉയർത്തെഴുന്നേറ്റ മറിയയുടെ അടുക്കൽ വരുന്ന ഒരു സാഹചര്യം അവിടെ വിശദീകരിച്ചിട്ടുണ്ടെന്ന് വായിച്ചു. യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ എബ്രായ ഭാഷയിൽ റബ്ബൂനി എന്ന് പറഞ്ഞു. നോക്കിക്കേ, ആദ്യം സ്ത്രീയെ എന്ന് യേശു വിളിച്ചപ്പം അവർക്ക് മനസ്സിലായില്ല തോട്ടക്കാരൻ നമ്മൾ വിചാരിച്ചെന്ന്. എന്നാൽ 16-ാമത്തെ വാക്യത്തിനകത്ത്
മറിയേന്ന് വിളിച്ചപ്പം പെട്ടെന്ന് മറിയയ്ക്ക് മനസ്സിലായി ഇത് ആരുടെ ശബ്ദമാ? ഇത് ദൈവത്തിന്റെ ശബ്ദമാണെന്ന്, തന്റെ ഇടയന്റെ ശബ്ദമാണെന്ന് മറിയയ്ക്ക് മനസ്സിലാകാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവമേ, നമ്മളെ കർത്താവ് വിളിച്ചാൽ ഈ ശബ്ദം നമ്മൾ കേൾക്കുവോ? തിരിച്ചറിയാൻ പറ്റുമോ? അല്ലേ? പറ്റണം. മരുഭൂമിക്കകത്ത് മോശ ആടിനെ തീറ്റി നടക്കുമ്പോ എന്റെ ദൈവം വിളിച്ചു, മോശേ മോശേ എന്ന് ദൈവം വിളിച്ചു. മോശേ മോശേ എന്ന് ദൈവം വിളിച്ചപ്പോ മോശ എന്ത് ചെയ്തു? മുൾപ്പറപ്പിനടുത്തേക്ക് അടുത്തു വന്നു. ആ ശബ്ദം കേട്ടപ്പോ മോശ എന്ത് ചെയ്തു? ദൈവത്തിന്റെ ശബ്ദമാണെന്ന് ഇവിടെ സ്തോത്രം. ദൈവ ശബ്ദത്തെ തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അമ്മേ, മറ്റുള്ളവരൊക്കെ മറിയെ വിളിച്ചത് അമ്മേ പാപിനിയായ സ്ത്രീ എന്ന് അവളെ അഭിസംബോധന ചെയ്തപ്പോൾ, അവളുടെ കുറവുകൾക്ക് നേരെ വിരൽ ചൂണ്ടി അവളെ കളിയാക്കിക്കൊണ്ട് നടന്നപ്പോൾ, അമ്മേ സ്നേഹത്തിന്റെ ഭാഷയിൽ മറിയെ എന്ന് വിളിച്ച് അവളെ കരുതിയ ഒരു നല്ല നാവിന്റെ ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി താൻ അതിരാവിലെ സുഗന്ധ കൂട്ടങ്ങൾ ഒരുക്കിക്കൊണ്ടു താൻ ഇതുവരെയും അന്വേഷിച്ച അവൻ തന്റെ അവൻ പ്രാണപ്രിയനാണ് തന്നെ വിളിച്ചതെന്ന് മറിയയ്ക്ക് മനസ്സിലാകാനിടയായെങ്കിൽ ഇന്ന് പലരെ കേൾക്കുന്നത് നാഥന്റെ ശബ്ദത്തെ തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അവൻ നിന്റെ ഇടയനാണ്, നീ അവന്റെ ആടാണെങ്കിൽ അവൻ ദൈവ ശബ്ദത്തെ തിരിച്ചറിയാ. എന്റെ ദൈവം നൽകുന്ന വലിയ കൃപകൾക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. മോശയെ ദൈവം വിളിച്ചു. മോശ ദൈവ ശബ്ദം കേട്ട് മുൾപ്പടപ്പിനടുക്കലേക്ക് അടുത്ത് വന്നപ്പോൾ മോശയെ കുറിച്ചുള്ള ദൈവ പദ്ധതികൾ എന്റെ ദൈവം അവനെ വെളിപ്പെടുത്തി കൊടുത്ത ദൈവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ മറ്റാര് വിളിക്കുന്നതിന് മുമ്പ് കർത്താവേ, അങ്ങയുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ, എന്നെ കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന്, എന്നെ വിളിച്ച വിളിയുടെ പൂർണ്ണത എന്താണെന്ന് അവൻ ഇടയന്റെ കാതിലൂടെ അവൻ അധരത്തിലൂടെ അവൻ കേൾക്കണം. അവൻ ആഗ്രഹിക്കുന്ന മക്കൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആലയത്തിനകത്ത് കിടക്കുന്ന ശമൂവേൽ ബാലനെ അവൻ ദൈവം വിളിച്ചു. അവൻ ആദ്യമൊന്നും ശമൂവേൽ ബാലന് മനസ്സിലായില്ല. എന്നാൽ ഒരിക്കൽ ആ ശബ്ദത്തെ തിരിച്ചറിഞ്ഞ ശമൂവേൽ ബാലന് മനസ്സിലായി അവൻ ഇത് ദൈവത്തിന്റെ ശബ്ദമാണെന്ന്. പിന്നെ ഒരിക്കലും ഒരു സന്ദേഹം അവന്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. ഒരിക്കൽ ദൈവ ശബ്ദം കേട്ടാൽ പിന്നെ നിന്റെ ജീവിതത്തിൽ അത് മറക്കത്തില്ല. അതൊന്നും ഓർമ്മയ്ക്കകത്തിരിക്കും. അവൻ ഗിദെയോനെ ദൈവം വിളിച്ചില്ലേ? പരാക്രമശാലിയായ ഗിദെയോനെ എന്ന് എന്റെ ദൈവം അവനെ വിളിച്ചതുപോലെ ഇന്ന് പലരും ഈ ആലയത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ, അവൻ നിന്നെ പേർന്ന് വിളിക്കാൻ കഴിയുന്ന, അവൻ നിന്നെ കുറിച്ചുള്ള നിയോഗം പറയാൻ കഴിയുന്ന അവൻ ദൈവ ശബ്ദം ഇന്ന് പകൽ ഇതിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. ദൈവ ശബ്ദത്തെ തടയുന്ന അവരെല്ലാ വെല്ലുവിളികളും മാറട്ടെ. ചില കാതുകൾ ദൈവ ശബ്ദത്തിനായി തുറക്കട്ടെ. ഈ ദൈവമെന്നേക്കും നമ്മുടെ ദൈവമാണ്. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുന്ന നല്ല ഇടയനാണ്. ഇടയന്റെ ശബ്ദം ആടുകൾക്ക് തിരിച്ചറിയാൻ കഴിയും. ആമേൻ. പുതിയ നിയമത്തിനകത്ത് പൗലോസിന്റെ ദൈവം വിളിച്ചില്ലേ? ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തിനാണ്? അവൻ ആ ശബ്ദം പൗലോസിനെ അവൻ ദൈവം കേൾപ്പിച്ചു. പിന്നെ ഒരിക്കലോ ദൈവശബ്ദത്തെ കുറിക്കുന്ന സന്ദേഹം പൗലോസിന്റെ ജീവിതത്തിലില്ല. അനേക തവണ പിന്നെ അവൻ ആ ശബ്ദം കേട്ടിട്ടുണ്ട്. പിന്നെ തിരിച്ചൊരു ചോദ്യം പൗലോസ് തിരിച്ച് ചോദിച്ചിട്ടില്ലെങ്കിൽ അവൻ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ പറയുകയാണ്, അവൻ നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് നീ ഇതുവരെ കേൾക്കാത്ത ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ ചുട്ടുകൊള്ളുന്ന മരുഭൂമിക്കകത്ത് മോശയോട് ശബ്ദം മുഴങ്ങിയതുപോലെ അവൻ ഇനി എന്താണ് വഴി ദൈവമേ എന്ന് ചോദിക്കുന്ന ജീവിതത്തിന്റെ ഒറ്റപ്പെട്ട മരുഭൂമിക്കകത്ത് എന്റെ ദൈവത്തിന്റെ ശബ്ദം അത് നിനക്ക് വേണ്ടി മുഴങ്ങുന്നു എന്ന് ഇന്ന് ആത്മാവിശ്വരോട് പറയുക. ആ ദൈവ ശബ്ദത്തിന്റെ വഴി നടത്തും. ആ ദൈവ ശബ്ദത്തിന്റെ മുന്നോട്ട് പോകുവാനുള്ള ഒരു വലിയ ദൈവിക നിയോഗം നിന്റെ മേൽ പകരോ. കർത്താവിന്റെ ശബ്ദം ചില കുടുംബങ്ങൾക്ക് വേണ്ടി മുഴങ്ങട്ടെ. യെശയ്യാവ് 43:1 അവൻ നമ്മെ ഓമന പേര് ചൊല്ലി വിളിക്കുന്ന ദൈവമാണ്. ആമേൻ. 43:1 വായിച്ചേ. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും
ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നോക്കിക്കേ, വലിയ വാക്തത്വം ദൈവം അവനോട് പറയാ, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചേക്കുകയാണ്, നീ എനിക്കുള്ളവൻ തന്നെയാണ്. വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. അവൻ നദി നിന്നെ മുക്കത്തില്ല, തീയിൽ കൂടെ നടന്നാൽ വെന്തു പോകത്തില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിച്ചു കളയത്തില്ല. നിന്നെ പേർ ചൊല്ലി വിളിച്ച അവൻ നിന്റെ ഇടയൻ പറയുക, ഭയപ്പെടേണ്ട, അവൻ ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. അവൻ 45 അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം, 3-4 വാക്യം കൂടെ വായിച്ച 45-ന്റെ 3-4 വാക്യം കൂടെ. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. സ്തോത്രം. പേർ ചൊല്ലി വിളിക്കുന്ന യഹോവ. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമേ, വലിയ വാഗ്ദത്തങ്ങൾ യാക്കോബിൽ പകരാനാണ് അവനെ പേര് ചൊല്ലി ദൈവം വിളിച്ചത്. അവൻ നീ വെന്തു പോകത്തില്ലെന്നും ഒരു പെരുവെള്ളത്തിന് നിന്നെ മുക്കാൻ കഴിയുകയില്ലെന്നോ, ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടങ്ങളിലെ ഗുപ്തനിധികളും നിനക്ക് വെളിപ്പെടുത്തി തരുമെന്നും ഭയപ്പെടേണ്ടെന്ന് പറയാനുമാ ദൈവം വിളിച്ചതെങ്കിൽ, അവൻ എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ വൈതലേ, അവൻ ഈ ദിവസങ്ങളിൽ നമ്മെ ദൈവം വിളിച്ച ഉന്നത വാഗ്ദത്തങ്ങൾ തന്ന ബലത്തോടെ നമ്മളെ നടത്തുന്ന ഒരു ദൈവം. ആമേൻ. നമ്മളെ ജീവപര്യന്തം നമ്മളെ നടത്തും ദൈവശബ്ദമാണ് നമ്മളെ നടത്തുന്നത്. അവന്റെ വാക്കാണ് മുന്നോട്ട് പോകാനുള്ള എനർജി നമ്മുടെ പാളയത്തിനകത്ത് നമുക്ക് നൽകി തരാനിടയാകുന്നത്. ആമേൻ. 23-ാം സങ്കീർത്തനത്തില് ആമേൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിൽ. നമ്മുടെ അമ്മയ്ക്ക് കിട്ടിയോ? പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക്. ദൈവം നടത്തുന്നത് എങ്ങോട്ടാണ് പറഞ്ഞേ? സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. തമ്പുരാൻ നടത്തുമ്പോൾ എപ്പോഴും എന്തുണ്ടാകും? നടത്തത്തിനകത്ത് സ്വസ്ഥത ഉണ്ടാകും. ഞാൻ താഴ്മയോടെ ചോദിക്കട്ടെ, യഥാർത്ഥമായിട്ട് ഈ സമാധാനം അനുഭവിച്ച് ജീവിക്കാൻ കഴിയുന്ന എത്ര ദൈവമക്കളുണ്ട്? ഭയങ്കര ടെൻഷൻ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ടെൻഷൻ നമുക്കാണ് തോന്നുന്നത്. ഒരു ചെറിയ വിഷയത്തിൽ പോലും ഭയങ്കര ടെൻഷൻ അടിച്ച് നടക്കുക. എന്നാൽ ദൈവത്തിന്റെ നടത്തിപ്പനുസരിച്ച് അവൻ ജീവിതത്തിൽ അവൻ അനുഭവിച്ച ദാവീദ് പറയുക, ദൈവം എപ്പോഴും സ്വസ്ഥതയോടെ നടത്തുന്ന ദൈവമാണ് അല്ലേ? എന്ത് വന്നാലും ഇതിനപ്പുറത്തേക്ക് നടത്താൻ ദൈവത്തിന് കഴിയുമെന്നൊരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകണം ഇല്ലേ? നമ്മുടെ പിതാക്കന്മാരെയൊക്കെ ദൈവം നടത്തിയില്ലേ? ഒന്നുമില്ലായ്മയിൽ നിന്ന് വിളിച്ചിറക്കി വെച്ചിട്ട് അവൻ ദൈവം നമ്മുടെ പിതാക്കന്മാരെ നടത്തി. അവൻ ആ ദൈവം നമ്മളെ നടത്തും ഇല്ലേ? മരുഭൂമിക്കകത്ത് മന്ന കൊടുത്ത്, അവൻ വെള്ളമില്ലാത്തടത്ത് അവർക്ക് വേണ്ടി ഉറവ തുറന്നു കൊടുത്ത്, അവൻ ചെരുപ്പ് പഴകാതെ ഉടുപ്പ് പഴകാതെ എത്ര ശ്രേഷ്ഠകരമായി ദൈവം നടത്തി. അവൻ സ്വസ്ഥതയോടെ ഈ മരുയാത്രയിലും നമ്മുടെ ദൈവത്തിന് നമ്മളെ നടത്താൻ കഴിയും. അതിനോട് ചേർന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:11 അവൻ എഴുതിയിട്ടുണ്ട്, ദൈവം സാവധാനം നടത്തുവാൻ. ഒന്ന് വായിച്ചേ. അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളുടെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർന്ന് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. തള്ളകളെ എങ്ങനെ നടത്തുന്നേ? പതുക്കെ നടത്തുന്ന ദൈവമാണ്. സ്തോത്രം. കുഞ്ഞാടുകൾ എന്ത് ചെയ്യും? ഭുജത്തിലെടുത്ത്. അപ്പൊ ദൈവം അങ്ങനെ വെപ്രാളത്തിൽ അടിച്ച് ഓടിച്ച് അങ്ങനൊന്നുമല്ല. ആമേൻ. അവൻ സാവധാനം നടത്തുന്ന ദൈവമാണ്. ആമേൻ. ആ വലിയ സമാധാനം ഇന്ന് പകൽ നമ്മുടെ മേൽ ദൈവം പകരുന്നതിനായിട്ട് ആമേൻ സന്തോഷത്തോടെ കൈകളും ഉയർത്തി നമ്മുടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. ദൈവം നമ്മളെ നടത്തും. എങ്ങോട്ടാ ദൈവം നമ്മളെ നടത്തുന്നേ? നമ്മൾ പാർക്കാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന്. അങ്ങനെയല്ലേ 107-ാം സങ്കീർത്തനം
ആമേൻ. അതിനകത്ത് അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ അവൻ ചൊവ്വേയുള്ള വഴിയിൽ നമ്മെ നടത്തുമെന്നും അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വേയുള്ള വഴി നടത്തി. നമ്മൾ ചെന്നെത്തേണ്ടിയ ഒരു പട്ടണമുണ്ട്. സ്തോത്രം. ആ പട്ടണത്തിൽ നമ്മൾ ചെന്നെത്താൻ ചൊവ്വേയുള്ള വഴിയിൽ ഇവൻ നമ്മളെ സാവധാനം നടത്തുന്ന ദൈവമാണ്. നമ്മൾ ഏത് പട്ടണമാണ്? നമ്മുടെ സ്വന്തം പട്ടണം. പിള്ളേര് പറഞ്ഞു, ബാക്കിയുള്ളവരും കൈമുക്കി കാണിക്കുന്നേ ഉള്ളൂ, ഞാനിവിടെ ഉണ്ടെന്നാ പറയുന്നത്. സ്വന്തം നമ്മുടെ നിത്യ വീട്ടില് നമ്മളെ കൊണ്ട് എത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഞാനത് ആ പ്രാരംഭത്തിൽ പറഞ്ഞത്, ഡെസ്റ്റിനേഷനിൽ കൊണ്ടെത്തിക്കും, ഇടയ്ക്ക് അവൻ കൈവിട്ടേച്ചിട്ട് പോകത്തില്ല. നാം അവന്റെ ശബ്ദം കേട്ട് അവന്റെ ആടുകളായി അവന്റെ ആജ്ഞ അനുസരിച്ച് അവന്റെ കൂടെ നടക്കാൻ തയ്യാറായാൽ ആമേൻ, നാം ചെന്നെത്തേണ്ടിയ പട്ടണത്തിൽ ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ ആ നഗരത്തിൽ അവൻ നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്ന ദൈവമാണ്.